ഇതിൻ്റെ ഞങ്ങൾ ഓരോ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നീതിയും ന്യായവും നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും കോൺഗ്രസ് പാർട്ടിയും UDF മുന്നോട്ട് പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് ഇതേ നീതി കിട്ടുമോ? ഞങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ 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 ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇതുവരെ അവരുടെ പേരിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ CPM തയ്യാറായിട്ടില്ല. ഞങ്ങൾ അങ്ങനെയല്ലോ ചെയ്തത്. ഞങ്ങൾ അങ്ങനെയല്ലോ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ട്. ഞങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയല്ലോ ചെയ്തത്. 2 മുൻ MLA ആയ ശ്രീ പത്മകുമാർ, മുൻ എല്ലാ രംഗത്തും CPMൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വാസു, 2 പേരും ജയിലിൽ കിടന്നിട്ട് CPM എന്ത് നടപടിയാണ് എടുത്തത്? CPMനാണ് ഇരട്ടത്താപ്പ്, ഞങ്ങൾക്ക് ഒരു ഇരട്ടത്താപ്പും ഇല്ല. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാം. പെൺകുട്ടിയുടെ ഒപ്പമാണോ അങ്ങടക്കമുള്ള നേതാക്കള്? നിയമം നിയമത്തിന്റെ വഴിക്കുമോ? ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. രാഹുലിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു.